റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ അവസാനിക്കും എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും വഷളാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം കൂടി ഈ യൂറോപ്യൻ ലീഡേഴ്സിനെ വിളിച്ചത് ലിറ്റിൽ പിക്സ് എന്നാണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒരിക്കലും സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്റ്റേറ്റ്മെന്റുകളല്ല. ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ നേതാക്കളെയൊക്കെ പന്നികളെന്നൊക്കെ വിളിക്കാന്ന് പറയുമ്പോൾ ഞാൻ അവരോട് കോംപ്രമൈസിന് തയ്യാറല്ല, അവിടെ ഭരണമാറ്റം വരട്ടെ, വേറെ ആരെങ്കിലും കൊള്ളാവുന്ന ആരെങ്കിലും വന്നാൽ അപ്പോൾ നമുക്ക് ചർച്ചകൾ ആലോചിക്കാം. ഇപ്പൊ എന്തായാലും അവിടെ ഇരിക്കുന്ന ലിറ്റിൽ പിക്സിനോട് ചർച്ച ചെയ്യാനൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. റഷ്യയുടെ യുക്രൈനുമായി ബന്ധപ്പെട്ട ഗോളുകൾ അത് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഡിപ്ലോമസിയിലൂടെ ആണെങ്കിലും അത് റഷ്യ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് പുടിൻ പറഞ്ഞത്. സോ പുടിന്റെ ഈ സ്റ്റേറ്റ്മെന്റുകളെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഇതിനിടയിൽ യുക്രൈൻ മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഒരു മുങ്ങിക്കപ്പലിൽ സമുദ്രത്തിലൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് യുക്രൈൻ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിനെ മുഴുവനായി തകർത്തു എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. കുറെ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ആക്രമണം നടന്നിട്ടുണ്ട്, അതിനെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞില്ല എന്നാണ് റഷ്യ പറയുന്നത്. എന്ന് വെച്ചാൽ റഷ്യയുടെ ഭാഗത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ യുക്രൈൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. അതെങ്ങനെയാണ്? യൂറോപ്യൻ രാജ്യങ്ങൾ, വിശേഷിച്ച് നാറ്റോ കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നാറ്റോ രാജ്യങ്ങൾ, അതിപ്പോൾ അമേരിക്ക ആണെങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡേൺ ആയുധങ്ങൾ പരീക്ഷിക്കാൻ ഒരു വലിയ അവസരമായിട്ടാണ് ഈ യുദ്ധത്തെ കാണുന്നത്. ഇതെല്ലാം റഷ്യക്കെതിരെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ റഷ്യക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു യുദ്ധത്തിൽ റഷ്യയുടെ ഭാഗത്ത് നാശനഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ വാശിയോടെ പൊരുതാനേ റഷ്യ ശ്രമിക്കൂ. കാരണം ഒരു തവണ ഒന്ന് മുട്ടുമടക്കി കൊടുത്താൽ പിന്നെ ലോകത്ത് റഷ്യ ഒന്നുമല്ലാതായി തീരുമെന്ന് റഷ്യക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും വ്ളാഡിമിർ പുടിൻ മുട്ടുമടക്കാനായിട്ട് പോകുന്നില്ല. അപ്പൊ ആ സ്ഥിതിക്ക് റഷ്യ യുക്രൈൻ യുദ്ധം ഭാവിയിൽ നാറ്റോ റഷ്യ യുദ്ധമായിട്ടോ അല്ലെങ്കിൽ യൂറോപ്പും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടോ മാറാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ ഇന്ത്യക്കും വല്ലാത്തൊരു പണി തന്നെയാണിത്. ഈ യുദ്ധം ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യക്കാർ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഇപ്പോഴത്തെ ഓരോ സംഭവങ്ങളും വിശകലനം ചെയ്യുമ്പോൾ യുദ്ധം ഉടനെ ഒന്നും തീരാൻ പോകുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം നമ്മളൊരു എമേർജിങ് പവറാണ്. നമ്മൾ ചൈനയുടെ ഒരു പൊസിഷനിലല്ല, റഷ്യയുടെയോ അമേരിക്കയുടെയോ പൊസിഷനിലും അല്ല. നമ്മളൊരു എമർജിങ് പവറാണ്. എമർജിങ് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കുറെ കൂടെ ഒരു ശക്തമായ നിലപാട് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പറയാൻ പറ്റൂ. ഇന്നിപ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് എടുത്ത് ഒരു നിലപാടെടുത്ത് നിൽക്കുകയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കും. എങ്ങനെ നോക്കിയാൽ ഇപ്പം നമ്മൾ തീരുമാനിക്കുകയാണ് യുക്രൈൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് വിചാരിച്ചാൽ റഷ്യയെ നമുക്ക് പിണക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതോടെ നമുക്ക് റഷ്യയെ പിണക്കേണ്ടി വരും. നമ്മൾ ഉപയോഗിക്കുന്ന റഷ്യൻ ആയുധങ്ങളുടെ കാര്യത്തിൽ ഭാവിയിൽ വേണ്ടി വരുന്ന അതിൻ്റെ സ്പെയർ പാർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളായിക്കോട്ടെ, ഇതിനെല്ലാത്തിനും നമുക്ക് റഷ്യയെ ആശ്രയിക്കാൻ കഴിയാതെ വരും. നമ്മുടെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോലും വരും. റഷ്യയെ പിണക്കുന്നതിലൂടെ നമ്മൾ ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ചെയ്യാൻ പോകുന്നത്. കാരണം വളരെ പ്രതിസന്ധി ഉണ്ടായ സമയങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിന്ന ഒരു രാജ്യമാണ്. റഷ്യയെ പിണക്കി നമുക്ക് മറുഭാഗത്ത് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല. മറുഭാഗത്തെ പിണക്കിയിട്ട് നമുക്ക് റഷ്യയ്ക്കും സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല പൂർണ്ണമായിട്ട്. അപ്പം അവിടെ നമ്മൾ നിഷ്പക്ഷമായി നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ മേൽ പ്രഷർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്ത് രാജ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല ജിയോ പൊളിറ്റിക്കൽ മാറ്റങ്ങൾ വന്നിട്ടും വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്താണ് റഷ്യ. ലോകം എത്ര അൺപ്രഡിക്റ്റബിൾ ആയാലും ചില രാജ്യങ്ങൾ തമ്മിൽ അത്രയേറെ സ്ഥിരതയും വിശ്വാസ്യതയുമുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലും വിശ്വസിക്കാവുന്ന ബ്രാൻഡുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഇന്ത്യക്കാർ വർഷങ്ങളായിട്ട് വിശ്വാസം അർപ്പിക്കുന്ന ചുരുക്കം ചില ബ്രാൻഡുകളിൽ ഒന്നാണ് ടാറ്റ. സാക്ഷാൽ ടാറ്റയ്ക്ക് കീഴിലുള്ള ടാറ്റ എ ലൈഫിനോടൊപ്പം ചേർന്ന് നമ്മുടെ പണം വളർത്തുവാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരുടെ മൾട്ടി ക്യാപ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറയുന്ന NFO ആണ് ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്നത്. പക്ഷേ ഈ വരുന്ന ഡിസംബർ 31 വരെ മാത്രമേ നമുക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഇതേക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ്. നമ്മളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച പണത്തിന് 100% ഗ്യാരണ്ടി ലഭിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മാർക്കറ്റ് വരുമ്പോൾ മിഡ് ക്യാപ്പിലും സ്മാൾ ക്യാപ്പിലും മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ റിസ്ക് കുറയ്ക്കാനായിട്ട് ലാർജ് ക്യാപ്പിലും ഡെറ്റിലും നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറേജും ലഭിക്കും. വർഷം തോറും 2 ലക്ഷം വരെയൊക്കെ നമ്മൾ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം ഒരു 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യതയാണ് ഇവിടെ പറയുന്നത്.
ടാറ്റ എ ലൈഫ് തന്നെ 2022 പുറത്തിറക്കിയ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇതുവരേക്ക് 26.2% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതുപോലെ 2015 പുറത്തിറക്കിയ മൾട്ടി ക്യാപ് ഫണ്ട് കഴിഞ്ഞ 5-7 വർഷങ്ങളിലായിട്ട് 29%, 23.3% CAGR റിട്ടേൺസും നൽകിയിട്ടുണ്ട്. ടാറ്റ എ ലൈഫ് പുറത്തിറക്കിയ മുൻകാല ഫണ്ടുകളൊക്കെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മറക്കേണ്ട, ENFയുടെ അവസാന തീയതി ഡിസംബർ 31 വരെയാണ്. അതായത് ഇനി 13 ദിവസം കൂടിയേ ഉള്ളൂ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റൂ. അമേരിക്കയെ പൂർണ്ണമായി പിണക്കിക്കൊണ്ട് നമുക്ക് സാമ്പത്തിക വളർച്ച എളുപ്പമല്ല. ഈവൻ ചൈന പോലും അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ US ചങ്ങാത്തത്തിലാണ് നിന്നിരുന്നത്. കാരണം ചൈനയ്ക്കും അറിയാം, റഷ്യയെ മാത്രം കൂട്ടുപിടിച്ച് നിന്നുകൊണ്ട് ഒരിക്കലും സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ല. അതിന് US പോലുള്ള ഈ മുതലാളിത്ത രാജ്യങ്ങളുമായിട്ടുള്ള പങ്കാളിത്തം വളരെ പ്രധാനമാണ്. രണ്ടാമത് യൂറോപ്യൻ രാജ്യങ്ങളെ നമുക്ക് ഇനി പിണക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഇന്ത്യ ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇന്നിപ്പോൾ ആ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഭയങ്കര നല്ല സഹകരണത്തിലാണ്. ഉദാഹരണത്തിന് ബ്രിട്ടന്റെ കാര്യം എടുക്കാം. ബ്രിട്ടനുമായിട്ട് ഇന്ത്യ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. നമ്മളും അമേരിക്കയും തമ്മിൽ വലിയ തർക്കങ്ങൾ നിൽക്കുന്ന സമയത്താണ് ബ്രിട്ടൻ ഇന്ത്യയുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അത്. നമുക്ക് ബ്രിട്ടൻ എന്ന് പറയുന്ന സമ്പന്ന രാജ്യവുമായിട്ടൊരു വ്യാപാര ബന്ധം, ശക്തമായ ഒരു വ്യാപാര ബന്ധം ഉണ്ടാക്കാൻ കഴിയുന്നതിലൂടെ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് വലിയ പുരോഗതിയാണ് ഉണ്ടാവുന്നത്. ഇനി ഫ്രാൻസിന്റെ കാര്യം എടുക്കാം. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളത്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായിട്ടാണ് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഞ്ചിൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അത്രയും അടുത്ത സഹകരണമുണ്ട്. റഫേൽ യുദ്ധവിമാനങ്ങൾ അടക്കം നമ്മുടെ ഫ്രാൻസിന്റെ അടുത്ത് നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. മുങ്ങിക്കപ്പലുകളുടെ കാര്യത്തിലടക്കം നമുക്ക് ഫ്രാൻസുമായിട്ട് സഹകരണമുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ യൂറോപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ്. ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും UN സ്ഥിരാംഗങ്ങളാണ്, വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി ഇറ്റലിയുടെ കാര്യം എടുക്കാം. നമുക്കറിയാലോ, ജോർജിയ മെലോനി അവരവിടെ ഭരണത്തിൽ വന്നതിന് ശേഷം ഇറ്റലി റിലേഷൻ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ഇറ്റലിക്കുണ്ട്. സ്പെയിൻ ആയിക്കോട്ടെ, പോർച്ചുഗലിലായിക്കോട്ടെ, ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയുമായി നല്ല സഹകരണത്തിലാണ്. ഇതിനൊക്കെ പുറമെ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര കരാർ ഒപ്പുവയ്ക്കാനും പോവാണ്. സോ ഈ സമയത്ത് നമുക്ക് റഷ്യയുമായിട്ട് അപ്പോൾ ഒരു പരിധി വിട്ട് സഹകരിക്കാൻ പറ്റുമോ? നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ആണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ വളരെ നിർണായകം എന്ന് പറയുന്നത്. തീർച്ചയായും ഡിഫൻസിന് ഒരു പങ്കുമില്ലെന്നല്ല ഞാൻ പറയുന്നത്. എക്കണോമിക് ഗ്രോത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ നമുക്ക് സ്വാഭാവികമായി തന്നെ ഡിഫൻസ് രംഗത്തും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയും. അപ്പൊ ഈ എക്കണോമിക് ഗ്രോത്തിന് യൂറോപ്പുമായും അമേരിക്കയുമായിട്ടും ഒക്കെ ഉള്ള ബന്ധം വളരെ പ്രധാനമാണ്. ഇതിന് പുറമെ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജപ്പാനുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കും, നമ്മുടെ ഓസ്ട്രേലിയയുമായിട്ടുള്ള ബന്ധത്തെ, കാനഡയുമായിട്ടുള്ള ബന്ധത്തെ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ റിലേഷനെ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള നമ്മുടെ ബന്ധം സ്വാഭാവികമായി തന്നെ സ്വാധീനിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മളിപ്പോ റഷ്യയിൽ നിന്ന് ഇന്നിപ്പോ ഞാനൊരു വാർത്ത കണ്ടു. റഷ്യ S-500 വിന്യസിച്ചിരിക്കുകയാണ്. S-500 ഇന്ത്യക്ക് റഷ്യ ഓഫർ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ നമ്മളത് വാങ്ങും? S-400 തന്നെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണെന്ന് നമ്മുടെ മുമ്പിൽ തെളിവുണ്ട്. പക്ഷെ നമുക്ക് ഈ S-500 എന്ന് പറയുന്ന അതിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ വാങ്ങണമെന്നുമുണ്ട്. പക്ഷെ വാങ്ങാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇപ്പൊ റഷ്യ യുദ്ധത്തിൽ നിൽക്കുകയാണ്. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്കെതിരാവും. അപ്പൊ നമുക്ക് ഇപ്പൊ റഷ്യയുമായിട്ട് ഡിഫൻസ് ഡീലുകൾ ഒന്നും നടത്താൻ പറ്റുന്നില്ല. Su-57 റഷ്യ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. S-400 വീണ്ടും നമുക്ക് കുറെ ബാറ്ററീസ് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആയുധങ്ങൾ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. മികച്ച റഡാറുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഓഫർ ചെയ്യുമ്പോഴും നമുക്കിത് വാങ്ങാൻ പറ്റാത്തതിന് ഒരു പ്രധാന കാരണം നമ്മൾ റഷ്യ യുദ്ധത്തിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ന്യായീകരണം, നമ്മൾ വലിയൊരു രാജ്യമാണ്, 145 കോടി ജനങ്ങളുണ്ട്, നമുക്ക് വാങ്ങുകയല്ലാതെ വേറെ വഴിയില്ല. മാത്രമല്ല യൂറോപ്പ് വാങ്ങുന്നുണ്ട്, അമേരിക്ക വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ന്യായം പറയാം. പക്ഷെ ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ലോകരാജ്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണും. അപ്പൊ ഇന്ത്യയുമായിട്ട് സൗഹൃദം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ പോലും നമുക്കെതിരെ പോകും. നമുക്ക് അപ്പൊ അവിടെ നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളൊന്ന് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെതിരെ മറ്റു രാജ്യങ്ങൾ തിരിയും. അതിപ്പോ റഷ്യ ആണെങ്കിൽ കൂടി നമ്മൾ US-ഉമായിട്ട് യൂറോപ്പുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ റഷ്യയ്ക്കും അത് ഇഷ്ടപ്പെടില്ല. അവിടെയാണ് ഇന്ത്യ നേരിടുന്ന ഒരു പ്രതിസന്ധി. ഈ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഇന്ത്യക്കാണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഡിഫൻസ് ഡീലുകൾ ചെയ്യാം, കൂടുതൽ കരാറുകൾ ഉണ്ടാക്കാം. യൂറോപ്പുമായിട്ടും അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ഒന്നും തടസ്സമില്ലാതെ നമുക്ക് എഗ്രിമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ റിലേഷൻസ് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാം. യുദ്ധം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ഈ യുക്രൈൻ റഷ്യ യുദ്ധം എന്നത് യൂറോപ്പ് റഷ്യ യുദ്ധമായിട്ട് മാറുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മൾ കൂടി, ഇതിലൊന്നും ഭാഗമല്ലാത്ത ഇന്ത്യ കൂടി ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും.
ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ചിലപ്പോൾ നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. പിന്നെയും നമ്മൾ നിഷ്പക്ഷമായി നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം നമ്മളോട് പിണങ്ങിയേക്കാം. ചിലപ്പോൾ രണ്ടു കൂട്ടരും നമ്മളോട് പിണങ്ങിയേക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. പുടിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോഴും യുക്രൈൻ നടത്തുന്ന റഷ്യയുടെ മേൽ നടത്തുന്ന ആക്രമണങ്ങളും സെലൻസ്കിയുടെ സ്റ്റേറ്റ്മെന്റുകളും യൂറോപ്യൻ ലീഡേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ കാണുമ്പോൾ ഇവർക്കൊന്നും ഇതിപ്പോഴും നിർത്താൻ താല്പര്യമില്ല. കുറച്ചെങ്കിലും നിർത്തണമെന്ന് വാഗുണ്ടെങ്കിലും പറയുന്ന ആള് ട്രംപാണ്. അതിലും വലിയ ആത്മാർത്ഥതയുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ യൂറോപ്പിന്റെയും അതുപോലെ റഷ്യയുടെയും ഉക്രൈന്റെയും ഭാഗത്തു നിന്നൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല കാണുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം ഇവർ എരുതിയിൽ എണ്ണ ഒഴിച്ച് കൂടുതൽ ആളി കത്തിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അത് ഇൻഡയറക്ട്ലി ഇന്ത്യയെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയൊരു ചലഞ്ച്. ഇതിനെയും നമുക്ക് അതിജീവിച്ചേ പറ്റൂ. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡിസംബർ 31 വരെയാണ് നമുക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. അതായത് ഇനി 13 ദിവസം കൂടെ ഉള്ളൂ. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇനി അഥവാ വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് നേരിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.